To semester 6, paper 4, Digital Electronics and Computer Science for BSc Physics main students. 36th lecture, C programming, and today the topic is operators in C++. Operators in C++ programming language. What is an operator? What is an operator in C++? An operator is a symbol that tells the compiler to perform specific mathematical or logical manipulations. C++ is rich in built-in operators and provide the following types of operators. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് പഠിക്കുന്നത് ഓപ്പറേറ്ററാണ്. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, ഇൻറ്റഗ്രൽ, ഡിഫറൻഷ്യൽ, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സാണ്. എല്ലാം ഓപ്പറേറ്റേഴ്സാണ്. അതേപോലെ സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഈ C++നകത്തുണ്ട്. ആൾജിബ്രയിലെ മിക്കവാറും ഓപ്പറേറ്റേഴ്സ് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിലെ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ C++ൽ എന്തെല്ലാം ഓപ്പറേറ്റർ ഉപയോഗിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും പരീക്ഷയ്ക്കുണ്ട്. An operator is a symbol that tells the compiler to perform specific mathematical and logical operation. മാത്തമാറ്റിക്കലും ലോജിക്കലും ഓപ്പറേഷനും ചെയ്യാൻ വേണ്ടിയുള്ള ചില സിമ്പിൾസ്, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. C++ ഈ ഓപ്പറേറ്റർ ധാരാളം ഉള്ള ഒരു ലാംഗ്വേജാണ് C++. അപ്പോൾ C++ലുള്ള ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും ഒരു 6 ക്ലാസ്സായിട്ട് ഭാഗിക്കാം. A wide classification, 6 classes. The first one is arithmetic operators, the second one is relational operators, third is logical operators, fourth is bitwise operators, fifth is assignment operators, and sixth is miscellaneous operators. So there are a number of operators, different sets of operators in C++ language. They are arithmetic operators, relational operators, logical operators, bitwise operators, assignment operators, and musical operators. And when you are asked a question essay based on operator, you have to explain all these 6 types of operators. ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ ഓപ്പറേറ്റേഴ്സ് ഇൻ C++ എന്ന് ചോദിച്ചാൽ ഈ 6 തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സും നിങ്ങൾ ആൻസറിൽ വരണം. അപ്പോൾ അവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തീരത്തില്ല. 1, 2 അല്ലെങ്കിൽ 3 ക്ലാസ് കൊണ്ടായിരിക്കും ഓപ്പറേറ്റേഴ്സ് തീരുള്ളൂ. അപ്പോൾ അത് ഓരോന്നേ പഠിക്കുകയാണ്. ഓരോ ഓപ്പറേറ്റേഴ്സ്, ആദ്യം അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കും, രണ്ടാമത്തത് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് പഠിക്കും, അങ്ങനെ തുടർന്ന് ഉള്ള ക്ലാസ്സുകൾ പഠിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. There are following arithmetic operators supported by C++ language. അപ്പോൾ ഇത് ഈ ഓപ്പറേറ്റേഴ്സ് ഇവിടെ മാത്തമാറ്റിക്സിൽ പിന്നെ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരു അസംഷൻ എടുക്കും. 2 വേരിയബിൾ എ എന്ന് ബി എന്ന് വിചാരിക്കുകയാണ്. എയുടെ വാല്യൂ 10 എന്ന് വിചാരിക്കുക, ബിയുടെ വാല്യൂ 20 എന്ന് വിചാരിക്കുക. ഈ ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. മാത്തമാറ്റിക്സിലെ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 2 സംഖ്യകൾ വിചാരിക്കുകയാണ്. അപ്പോൾ എ എന്നുള്ളത് 10 എന്നുള്ള ഒരു സംഖ്യയും ബി എന്നുള്ളത് 20 എന്നുള്ള സംഖ്യയും വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ ഓപ്പറേറ്റേഴ്സിൻ്റെയും രീതി മനസ്സിലാക്കും. ഒന്നാമത്തെ ഓപ്പറേറ്റർ പ്ലസ് സൈനാണ്. അപ്പോൾ അത് അഡീഷൻ ഓപ്പറേറ്റർ എന്ന് പറയും. അഡീഷൻ ഓപ്പറേറ്റർ. ഡിസ്ക്രിപ്ഷൻ, ആഡ് 2 ഓപ്പറാൻഡ്സ്. 2 ഓപ്പറാൻഡുകളെ കൂട്ടും, 2 സംഖ്യകളെ കൂട്ടും. അപ്പോൾ അത് കൂട്ടി കാണിച്ചിരിക്കുന്ന നോക്കിയേ. അതിൽ എക്സാമ്പിളായിട്ട് സൈനിങ് കാണിച്ചിട്ടുണ്ട്. A + B വിൽ ഗീവ് 30. കാരണം A 10 ആണല്ലോ, B 20 ആണല്ലോ. കൂട്ടുമ്പോൾ 30 കിട്ടണം. അരിത്തമാറ്റിക്സിൽ അങ്ങനെയാണ്. അപ്പോൾ കൊണ്ട് 30 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അടുത്തത് മൈനസ് സൈൻ. സബ്ട്രാക്ട്സ്. മൈനസ് ഓപ്പറേറ്റർ സബ്ട്രാക്ട്സ് സെക്കൻഡ് ഓപ്പറാൻഡ് ഫ്രം ദി ഫസ്റ്റ്. രണ്ടാമത്തെ ഓപ്പറാൻഡ് ഒന്നാമത്തെ ഓപ്പറാൻഡിൽ നിന്ന് കുറക്കും. A - B. അത് ഇവിടെ നമ്മൾ കണക്കിൽ 10 - 20. ആ 10 - 20. അപ്പോൾ അത് നമുക്ക് -10 എന്ന് കിട്ടും. -10 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം A 10 ആണ്, B 20 ആയിട്ടാണ് നമ്മൾ ആദ്യമേ വിചാരിച്ചിരിക്കുന്നത്.
Now comes the star operator. Star is actually multiplication operator. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ സിമ്പിളാണ് കൊടുക്കുന്നത്, ഇൻറ്റു കൊടുക്കത്തില്ല. കാരണം ഇൻറ്റുവിനെ എക്സുമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർ കൊടുക്കുന്നത്. സ്റ്റാർ സിമ്പിൾ അത് മൾട്ടിപ്ലൈസ് ബോത്ത് ഓപ്പറാൻഡ്സ്, രണ്ട് ഓപ്പറാൻഡുകൾ ഗുണിക്കും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുമ്പോൾ എ സ്റ്റാർ ബി വിൽ ഗീവ് 200 because 10 into 20 is 200. That is the answer. Now the arithmetic operator, front slash, by another, by, front slash, not a back slash. You will hear a front slash. It divides, അപ്പോൾ division operator ആണ്. by ആണത്, divides numerator by denominator. അപ്പോൾ ഇവിടെ നമുക്ക് എ ബൈ ബിക്ക് പകരം ബി ബൈ എ എടുത്താൽ 2 എന്ന് കിട്ടും. എ ബൈ ബി എടുത്തു കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഓപ്പറേറ്റർ മനസ്സിലാക്കാനായിട്ട് ബി ബൈ എ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ബി ബൈ എ വിൽ ഗീവ് ആൻസർ 2. അടുത്തത് പെർസെൻറ്റേജ് ഓപ്പറേറ്റർ. പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഇപ്പോൾ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെർസെൻറ്റേജ് കാണുന്ന ഓപ്പറേറ്റർ അല്ല, അതിന് ഒരു ഡിഫറൻറ്റ് മീനിങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റർ ടു ഫൈൻഡ് പെർസെൻറ്റേജ്, ഇറ്റ് ഹാസ് എ ഡിഫറൻറ്റ് മീനിങ് ആൻഡ് ദിസ് ഇസ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സാമിനേഷൻ. What is the meaning of percentage operator? So it gives more. It is the modulus operator. The percentage operator is called a modulus operator. Modulus operator and the remainder of an integer division. അപ്പോൾ നമ്മൾ ഈ സംഖ്യകൾ ഹരിക്കുമ്പോൾ ഉള്ള റിമൈൻഡർ കാണിക്കുന്നതാണ്. ആ റിമൈൻഡർ നമ്മളെപ്പോഴും 0 ആയിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ബി പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ബി ബൈ എ എടുത്തു കഴിഞ്ഞാൽ അതിന് റിമൈൻഡർ കാണിക്കുന്ന അതാണ്. ഇപ്പോൾ ബി ബൈ എ 20/10 എന്നർത്ഥം. അപ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും നേരം? റിമൈൻഡർ 0 ആയിരിക്കും. കൃത്യം അതുകൊണ്ട് റിമൈൻഡർ 0. ഇപ്പോൾ റിമൈൻഡർ കാണിക്കാൻ വേണ്ടിയുള്ള രണ്ട് ഡിവിഷൻ്റെ റിമൈൻഡർ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്ററാണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ അരിത്തമാറ്റിക്കിലെ പ്രധാനപ്പെട്ട 4 ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു. പെർസെൻറ്റേജ് ഓപ്പറേറ്ററിൻ്റെ ഒരു സെപ്പറേറ്റ് മീനിങ് ആണ്. ഇനി ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്ലസ് ഓപ്പറേറ്റർ, പ്ലസ് ഓപ്പറേറ്റർ ഡബിൾ പ്ലസ് ആണ്. ഇതിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. തൽക്കാലം ഇത് പഠിക്കണം. പ്ലസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇൻക്രീസസ് ഇൻറ്റിജർ വാല്യൂ ബൈ 1. അപ്പോൾ ഈ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ വാല്യൂ 1 കൂട്ടും. ഇപ്പോൾ എ പ്ലസ് വിൽ ഗീവ് 11. കാരണം പ്ലസ് എന്ന് റൈറ്റിൽ ഇട്ടാൽ 11 എന്നാണ് ഉത്തരം. അതായത് എ എന്നുള്ള 10 ആയിരുന്നല്ലോ നമ്മുടെ സംഖ്യ, 10 1 കൂട്ടി. അതുകൊണ്ടാണ് ഇത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വേറെ കാര്യമുണ്ട്. ഈ എ പ്ലസിന് പകരം പ്ലസ് എന്ന് എഴുതാം. അതിന് ഇതേ ഒരു മീനിങ് ആണ്, പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ചെറിയ ഡിഫറൻസ് നമ്മൾ പുറകെ പറയും. എ പ്ലസ് എന്ന് എഴുതിയാലും പ്ലസ് എ എന്ന് എഴുതിയാലും പ്ലസ് പ്രിഫിക്സ് ആയിട്ട് സഫിക്സ് ആയിട്ട് കൊടുക്കും നമ്മൾ. അപ്പോൾ രണ്ടിനെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്ലസ് എ എന്ന് പറഞ്ഞാലും എ പ്ലസ് എന്ന് പറയുന്നത് ഒരേ മീനിങ്ങാണ്, പക്ഷേ അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആ ചെറിയ ഡിഫറൻസ് നമ്മൾ പുറകെ നമ്മൾ ഡിസ്കഷനകത്ത് പറയുന്നതാണ്. ഇപ്പോൾ തൽക്കാലം എ പ്ലസ് എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ 1 ഇൻക്രിമെൻ്റ് ചെയ്യും എന്നാണ് അർത്ഥം. അതുപോലെ മൈനസ് എന്ന് പറഞ്ഞാൽ 2 മൈനസ്, അത് നമ്മൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇറ്റ് ഡിക്രീസസ് ഇൻറ്റിജർ വാല്യൂ ബൈ 1. അപ്പോൾ എ മൈനസ് എന്ന് പറഞ്ഞാൽ അത് 9 കിട്ടും. എ 10 ആണ്, അപ്പോൾ എ മൈനസ് ഇസ് 9. അപ്പം അത്രയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി സെക്കൻഡ് ക്ലാസ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ്, കുറേ ലോജിക്കൽ റിലേഷൻ ഉണ്ടല്ലോ, ആ റിലേഷൻ ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. There are following relational operators supported by C++ language. C++ ലാംഗ്വേജിൽ കുറച്ചധികം റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടും നമ്മൾ എ എന്നുള്ള വേരിയബിൾ 10 ആയിട്ടും ബി എന്നുള്ള 20 ആയിട്ടും വിചാരിക്കും. ഈ ഓപ്പറേഷൻ്റെ രീതി, അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ 2 വേരിയബിൾ എ 11 ബി 20 എന്നും വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിലേഷൻ ഓപ്പറേറ്റർ
ഡബിൾ ഈക്വൽ സൈൻ കേട്ടോ, ഡബിൾ ഈക്വൽ സൈൻ, ഡബിൾ ഈക്വൽ സൈൻ ആണ്. അപ്പോൾ ഇത് തുല്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. ഒരു സമം മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിന് അസൈൻസ് എന്നർത്ഥം. ഒരു രണ്ട് സമം ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എയ്സുകൾ ബി ആണെങ്കിൽ രണ്ട് ഈക്വൽ സൈൻ വേണം ഇവിടെ. പിന്നെ ഈ C++ന് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഈ അസൈൻസ് ബി എന്ന അർത്ഥം. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഒരു സമയം ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സമയം ഇട്ടാൽ, ഈ രണ്ട് സമത്തിന് ഇട്ട് കഴിഞ്ഞാൽ ഈക്വൽ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഈക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ചെക്സ് ഈ രണ്ട് ഈക്വൽ സൈന് ചെക്സ് ഇഫ് ദ വാല്യൂസ് ഓഫ് ടു ഓപ്പറൻസ് ആർ ഈക്വൽ ഓർ നോട്ട്. ഇഫ് യെസ് ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അപ്പോൾ നമ്മുടെ കേസിൽ A10 B20 ആണല്ലോ. അപ്പോൾ A ഈക്വൽ സൈൻ B ഈസ് നോട്ട് ട്രൂ. കാരണം 10 20 തുല്യമല്ല. അതാണ് കാരണം. ഇനി അടുത്തത് ഒരു എക്സ്ക്ലമേഷൻ ഈക്വൽ സൈൻ. എക്സ്ക്ലമേഷൻ ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ എന്താണ് അർത്ഥം? എക്സ്ക്ലമേഷൻ ഈക്വൽ സൈൻ ചെക്സ് if the values of two operand are equal or not. If values are not equal then condition becomes true. ഇവിടെയും ഇതും ചെയ്യുന്നത് രണ്ട് വാല്യൂ തുല്യമാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. തുല്യമല്ലെങ്കിൽ അത് ട്രൂ എന്ന് കാണിക്കും. തുല്യമല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കേസിൽ എന്താണ്? A എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ സൈൻ B ഈസ് ട്രൂ. കാരണം തുല്യമല്ല. A Bക്ക് തുല്യമല്ലെന്നാണ് പറയുന്നത്. തുല്യമല്ലല്ലോ, 10 20 തുല്യമല്ല. അതുകൊണ്ടാണ് ട്രൂ എന്ന് കാണിക്കുന്നത്. ഇനി അടുത്ത ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ സൈൻ ആണ്. ഗ്രേറ്റർ ദാൻ സൈൻ ചെക്സ് ഇഫ് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഓഫ് ദ റൈറ്റ് ഓപ്പറാൻഡ്. ഇഫ് യെസ് ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ഇപ്പോൾ നമ്മുടെ കേസിൽ A ഗ്രേറ്റർ ദാൻ B എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ B അത് ശരിയല്ല. അതുകൊണ്ട് ഈസ് നോട്ട് ട്രൂ എന്ന് കാണിക്കും. അതേ ടൈപ്പാണ് ലെസ് ദാൻ ഓപ്പറേറ്റർ. ലെസ് ദാൻ ഓപ്പറേറ്റർ ചെക്സ് ഇഫ് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറാൻഡ് ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറാൻഡ്. ഇഫ് യെസ് ദെൻ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ഇപ്പോൾ A ലെസ് ദാൻ B 10 ലെസ് ദാൻ 20 അത് ശരിയാണല്ലോ. സോ ഇറ്റ് ഈസ് ട്രൂ. ഇനി നമുക്ക് കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ സൈൻ. ഗ്രേറ്റർ ദാൻ ഈക്വൽ സൈൻ ചെക്സ് ഇഫ് ദ വാല്യൂ വെദർ ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറാൻഡ്. ഇഫ് യെസ് ദെൻ ദ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. നമ്മുടെ കേസിൽ A greater or equal to B 10 greater than or equal to B അത് തെറ്റാണല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ. ലെസ് ദാൻ ഓർ ഈക്വൽ എന്നുള്ള സിമ്പിൾ ചെക്സ് ഇഫ് ദ വാല്യൂ വെദർ ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറാൻഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വാല്യൂ of right operand. If yes, then condition becomes true. That is A less than equal to B is true. കാരണം 10 ആണല്ലോ. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ ആണ്. അപ്പോൾ ലെസ് ദാൻ കണ്ടീഷൻ ശരിയാകുന്നുണ്ട്. ലെസ് ദാൻ ആ കണ്ടീഷൻ ശരിയാകുന്നത് കൊണ്ട് ഈസ് ട്രൂ എന്ന് പറയും. 10 ലെസ് ദാൻ 20 ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ രണ്ട് സെറ്റ് പറയുന്നത്. അപ്പോൾ 6 സെറ്റോളം നമുക്ക് പറയാനുണ്ട്. ഓപ്പറേറ്റേഴ്സ് 6 ഡിഫറെൻറ്റ് ക്ലാസ്സാണ്. 2 ക്ലാസ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഈ ലെക്ചറിനകത്ത് നമ്മൾ പറയുകയാണ്. ബാക്കി ഉള്ള 4 സെറ്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. അതിന് കൂടെ ക്വസ്റ്റ്യൻസ് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, വാട്ട്സ് ദ മീനിങ് ഓഫ് പെർസെൻറ്റേജ് ഓപ്പറേറ്റർ. അതൊക്കെ ക്വസ്റ്റ്യനാണ്, സ്ഥിരം ക്വസ്റ്റ്യനാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് പെർസെൻറ്റേജ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്നൊരു എസ്സേ നമുക്ക് അവസാനം ഒരു എസ്സേ ആയിട്ട് പഠിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വേരിയബിൾസ് പോലെ അല്ലെങ്കിൽ കോൺസ്റ്റൻസ് പോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് operators in C++ language. That is all with this lecture. Thank you very much. In the next class, we continue the operators.